സമയം കുറയായല്ലോ. വലിയ കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് വൈകുന്നേരത്തെ ഫുഡ് പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കണം. അപ്പോൾ എനിക്ക് തന്നെ ഏതായാലും പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ സിജോനോട് ഒന്ന് വിളിച്ച് നോക്കുകയാണ്. എന്താ മറുപടി പറയുന്നതെന്ന് അറിയാൻ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടുപേരും കൂടെ കൂടുവാണെങ്കിൽ പെട്ടെന്ന് പണി തീരുമല്ലോ. നിങ്ങളെ വീട്ടിലും വൈകുന്നേരം നിങ്ങളെ സഹായിക്കുമായിരിക്കുമല്ലേ എന്നുള്ള ഹസ്ബൻഡ്? വാ ഒന്ന് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ഇന്ന് വൈകുന്നേരത്തെ പരിപാടി പെട്ടെന്ന് ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യും. വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ. ഞാൻ പറയുന്നേ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ഇന്നത്തെ കംപ്ലീറ്റ് പരിപാടി തീർക്കാം. പെട്ടെന്ന് ഞാൻ എടുത്തു തരാം. കൊച്ചിനെ വിളിക്കും. അവരെല്ലാം പെട്ടെന്ന് അത് മാത്രമല്ല ഇതാ ഈ ചെറിയൊരു തേങ്ങ കഴിഞ്ഞാല് ഇല്ലില്ല. അത് 5 മിനിറ്റ് കൊണ്ട് ഇന്നത്തെ പരിപാടി വൈകുന്നേരത്തിലുള്ള ഫുഡ് റെഡിയാണ്. എന്താ ബ്ലഡ് വർദ്ധിച്ചു. ഇപ്പോൾ സഹായിക്കപ്പാ. ഇതുണ്ടോ പാപ്പ? ഇത് ഈ ഗ്യാസിന്റെ ഇത് പോയി കേട്ടോ. ആണി എവിടെയെങ്കിലും തറച്ചു പോയിട്ടുണ്ടോ? ഇതിനകത്തൊരു ആണി ഇത് കൂടെ ഉണ്ട്. ആ ആണി പോയതാന്ന് എനിക്ക് തോന്നുന്നു. ആണി കണ്ടോ? ഇല്ല ഞാനിവിടെ എല്ലായിടത്തും നോക്കി. ഗ്യാസിന്റെ ഇത് പോയല്ലോ. സിമ്പിള് ആണിയെല്ലാം ഉണ്ട് അപ്പ. ഇട്ടു ഇല്ല മോനെ ഇതുണ്ടോ? ഇതിന്റെ അടുത്ത് സ്പിന്നുണ്ട്. അതിവിടെ എവിടെയെങ്കിലും വീട് എടുപ്പുണ്ടാവും ആണി. കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ. പിന്നെ എല്ലാം റെഡി. അരി ഒന്നാ മാത്രം മതി. ഇത് കൊണ്ടു പോവാണോ? നീ പപ്പായെ സഹായിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ വെച്ചാൽ നീ ആയിരിക്കും തേങ്ങ നീ ഓമ്പർ കേട്ടോ. പപ്പ ഇച്ചിരി വിളിക്കും. പുതിയ മോഡലല്ല. പുതിയ മോഡൽ ഉണ്ടല്ലോ.
അങ്ങനെ അത് വലിയ നമുക്ക് കറിയായോ അല്ല എന്നാൽ അത് പുതിയ പാട്ടിന് നമ്മൾ കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മസാലക്കറി ഉണ്ടാക്കാണ്. മസാലക്കറിയല്ല, കാന്താരിമുളക് പറിച്ചിട്ട് വരാം. വേഗം പോയി കാന്താരിമുളക് പറിക്കാം. കാന്താരിമുളക് ഉള്ളി അത് മതിയോ? മതി. കുറഞ്ഞിട്ട് കൊടുക്കണം. പറഞ്ഞിട്ടാൽ മതി. കുറഞ്ഞിട്ടുണ്ടോ? നോക്കി പോകുന്നില്ല, അതാ നല്ലത്. കാണാൻ ഭംഗിയുണ്ടാവും. കൈ കഴിച്ചു. ഇതിനകത്ത് തന്നെ വാക്കത്തെ ഗുരുവിനെ കൊത്തി വെക്കുകയാണ്. ഈ വാക്കത്തെ ഒന്നും കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇത് തിന്നാൻ തോന്നിയല്ല നേരം. ഡിസൈൻ കട്ട് ചെയ്യാം. ഡിസൈൻ കട്ട് ചെയ്യണ്ട, ഇതാ നല്ലത്. ഇത് ഒരു രസമുള്ളൂ കാണാൻ. അത് മതിയല്ലേ? പക്ഷെ നല്ലതാ കാന്താരിമുളക് അടിച്ച് ഇത് ഇതിന്റെ വീട്ടിലെ കാന്താരിമുളക് കൊടുത്ത് തിന്നണം. എന്ത് രസമാണ് കഞ്ഞീന്റെ കുടിക്കുമ്പോ. വാഴ വെള്ളം കൊടുക്കും. ഇത് പിരിഞ്ഞ് അത് നഷ്ടം വെള്ളമായിട്ടായിരിക്കും അതിനകത്ത് ഇരിക്കുന്നത്. അതിനായിട്ട് ശരി ഇവിടെ നിൽക്കുക. നമ്മുടെ ഭർത്താൻ എന്തിനും ഭർത്താൻ പറഞ്ഞോണ്ട് നമ്മൾ പണി ചെയ്യാം. എന്തിന്റെയും വിശേഷം വീട്ടിൽ അവിടെ പോയിട്ട് എന്താ വിശേഷമായിട്ട്? അവിടെ എല്ലാവരും കൂടെ കമ്പി കൂടെ ഓടി നിൽക്കാതെ മഴയൊക്കെ മാറിയില്ലേ? അവിടെ കമ്പി ഇടുന്നു, പിന്നെ കാശിക്ക് നേരത്തെ ഇട്ട് കഴിഞ്ഞു. ഇനി തെളിച്ച് ചെത്തി ഉറങ്ങാനോ നമ്മുടെ ചെത്തി തുടങ്ങിയാണ്. 10, 20, 10, 30 മഴയില്ലേ? കാശിട്ടാ ഇത് കമ്മത്തിയുടെ ഈ ഇവിടെ സ്ക്രൂ ആണല്ലോ, ഇത് അഴിച്ചിട്ട് അത് വെച്ചിട്ട് കയറ്റിയാൽ മതി. എവിടെ സ്ക്രൂ ആണ്? ആ സ്ക്രൂ കുറച്ച് ടൈറ്റ് ചെയ്ത് വെച്ചാൽ പണി കഴിഞ്ഞിട്ട്
കടല മേടിക്കുന്നുണ്ടായിരുന്നു സിജോ. കടല നാളെ പുട്ടും കടല ഉണ്ടാക്കായിരുന്നു രാവിലെ. നാളെ മുട്ട റോസ്റ്റാക്കിയാൽ മുട്ട ഫസ്റ്റ് കടല രസം, ഈ പുട്ട് രസമില്ല തിന്നാന്. നമുക്ക് തിന്നു നോക്കാനോ? രസമില്ല സിജോ. കുറച്ച് കടല മേടിക്കാം. എന്നാ പുട്ടും കടല വേണം രാവിലെ. എന്നാ ചിലപ്പോ പോയിട്ട് കടലുണ്ട് കേട്ടോ. എന്നാ അപ്പൊ പോയിട്ട് കട കൊണ്ടുവരാം. എവിടുന്ന്? കടയിൽ പോയിട്ട്. ഏത് കടയെന്ന്? ഇവിടെ തൊട്ടടുത്ത് കടയില്ലേ? ഡയറക്റ്റിലൂടെ കടല മേടിക്കേ? അല്ല ചെറുപഴം മേടിച്ചാലും മതി. നോക്കാം. പുട്ടും പഴം കൂടെ ഉണ്ടാകും രാവിലെ. എന്നാലും കൊച്ചിന് കടല ഇഷ്ടം. ചവന് ചാവ് വേണം എന്തെങ്കിലും. കൊച്ചിന് ഭയങ്കര ഹോംവർക്ക് ഉണ്ട് കഴിഞ്ഞിട്ട് കടല കഴിക്കാൻ പറ്റും. ഞൂഞ്ഞിട്ടിട്ട് ഇതാണ്ടേ. ഞൂഞ്ഞിട്ടോ. എഴുതാന് പരീക്ഷ കഴിഞ്ഞപ്പോ കിട്ടിയോടാ? എപ്പോഴാ കഴിഞ്ഞപ്പോ പരീക്ഷ? എപ്പോഴാ പരീക്ഷ 8-ാം തീയതി. 8-ാം തീയതിയോ? പഠിച്ചോ? ഞാൻ അതുപോലെ ഇരിക്കുന്ന ഇരിപ്പാ. ചേട്ടായി അവിടെ എടുത്താന്നോ അല്ലേ? ഇന്നത്തെ ഹോംവർക്ക് എഴുതിയോ? ഇവര് 5 മാസം പഠിക്കുന്നു തോന്നുന്നില്ലേ? പഠിക്കണം. എത്തി. കോപ്പി എഴുതിയോണ്ടാ? ഇല്ല, ഓർത്തില്ല. ഇതിന്റെ പൊക്കത്ത് കയറിയിരിക്കാൻ കടങ്ങി പോകും. എന്തിനാ വളവ് തിന്നത്? വേണ്ടാത്ത സ്ഥലത്തിലുണ്ടെ വളവുണ്ടോ? ഇതാരെ ഇവിടെ പൊടിയിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ പൊടിയിട്ടത് ഇവിടെ? എന്താ അപ്പൊ പൊടിയല്ലേ ഇട്ടേ? ഇവന്റെ പണിയാ. ഒരു മിനിറ്റുള്ളിൽ ഞാനിപ്പം ബീറ്റ്റൂട്ട് തോരൻ ആക്കുന്നതാണ്. ഒറ്റ മിനിറ്റുള്ളില്ല. അപ്പാ അപ്പാ ചോറ് വെച്ചിരുന്നുണ്ട്. അപ്പൊ വാ. ഞാൻ ഒരു മിനിറ്റുള്ളിൽ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കുന്നു. നമുക്ക് നീ വരുന്ന അവിടെ ഇത് നമുക്ക് ഇവിടെ പോവാം. കല്ലാറി പോവാം. വാ. എല്ലാ കടലുകൾ കാണാം തിന്ന. അയ്യോ കടലുകൾ തിന്നോ. അയ്യോ ഒരു മിനിറ്റിനുള്ളിലാണ് എന്റെ ഒരു വെയിറ്റായിരിക്കും. കുറച്ചിട്ടാ മതി. ഞാനൊന്ന് അങ്ങനെ കോച്ചിങ്. അതെ ഞാൻ സ്ഥിരം കറി വെക്കുന്നതാ. ഇവിടെ മസാലപ്പൊടി അല്ലേ? ഇത് മഞ്ഞൾപ്പൊടിയാ. വെറൈറ്റി കറിയാണ് മസാലപ്പൊടി. ചിക്കൻ മസാല അരച്ച മസാല കറിയാക്കണ്ടേ? കറിയാണോ അപ്പ? അത് ഞാൻ അമ്മ തേങ്ങയിൽ കടക്കി ഇപ്പൊ തരും. ഇതെന്റെ സ്പെഷ്യൽ ബീറ്റ്റൂട്ട് തോരനാണ്. പഠിച്ചോ എന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ കഴിക്കാം. നാളെ ജീവ നാളെ നിന്റെ അല്ലേ ബീറ്റ്റൂട്ട് തോരൻ കട വെക്കുന്നത്? 2 ദിവസം കഴിഞ്ഞിട്ട്. നാളെയല്ല 2 ദിവസം കഴിഞ്ഞിട്ട് നിന്റെ പറയാ. അപ്പൊ ഇത് അച്ഛൻ വെള്ളം വെടിക്കെടുക്കണോ വന്നേ? പിടിയില്ല കൊള്ളില്ല. അങ്ങനെ ഇട്ടാ മതി. അയ്യ ഇത് ഇങ്ങനെ ഇട്ടല്ലോ ഒന്നിനും ഉള്ളതില്ല. വെള്ളം വെടിക്കെടുക്കുന്ന പോലെ ആവും. ആയിക്കോട്ടെ നീ കേട്ടോ. ഇത് സാധാരണ പിരിയും.
പപ്പയുടെ അണിച്ച് ഇത് നോക്കിയിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നോലെ പിന്നെ തേങ്ങാപ്പാലൊക്കെ ചെയ്യുന്നത്. അല്ലെന്ന് ഇതിന്റെ ഈ വെള്ളം കളഞ്ഞിട്ട് ആ വെള്ളം ഉണ്ടല്ലോ നമുക്ക് മുഖത്ത് കെട്ടുമ്പോൾ നല്ല സൗകര്യം കിട്ടും. അത് ഉള്ള സമയം ബിരിയാണി സംഭവിക്കാനാ. ഇത് വെള്ളം കെട്ടിക്കിടക്കുന്നതാ മഴ പെയ്യുമ്പോ. ശരിക്കും ആക്കിയിട്ട് മോള് നോക്കാം. മൂടി എടുത്തിട്ടുള്ളോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളക്. കാന്താരം കൂടെ എടുത്ത് തിന്നാ ചോറിനും എന്ത് രുചിയാ. കാന്താരം കൂടെ എത്ര നാളും മഞ്ഞാറില്ല. നല്ല കാന്താരം കൂടെ ചതച്ച് തിന്നണം. ആ എരിവ് വേണം. നല്ല എന്ത് രുചിയെന്ന് വേണം. മറ്റേ വാളമ്പുളിന്നൊക്കെ പറഞ്ഞ മഴ വെള്ളമായിരുന്നു. മുളകൊക്കെ പറഞ്ഞ മഴ വെള്ളമൊന്നും അറിയില്ലായിരുന്നു. അത് പുതിയ ഇത് ഇപ്പം സമ്പ്രദായമൊക്കെ മാറിയില്ലേ. എങ്ങനെ ബീറ്റ്റൂട്ട് തോരനായി, പുളിശ്ശേരിയായി, പോരാ പപ്പടാണ് അല്ലേ. എന്റെ കൊച്ച ഇവിടെ നിൽക്കത്തില്ല, ചുമയാടാ. മുളക് തന്നെ കത്തുന്ന കൊച്ചു കുടിച്ചാണോ കുടിക്കുന്നതാണോ പോയി കുടിച്ചാണോ അതാണ് ഇത് കുടിക്കുക പോ. ആയില്ലടാ 5 മിനിറ്റാ. ഇതാ 5 മിനിറ്റിനുള്ളിൽ ബീറ്റ്റൂട്ട് തോരൻ റെഡിയായിരിക്കുന്നു. എങ്ങനെയുണ്ട് പപ്പാ? അടിപൊളി ബീറ്റ്റൂട്ട്. ചോറൊക്കെ കഴിച്ചിട്ട് പോട്ടെ. അതിന് പപ്പടം പെട്ടെന്ന് പപ്പടം കൂടെ ആക്കാൻ പറ്റും. പപ്പോടാണോ? 5 മിനിറ്റിനുള്ളിൽ പപ്പാ വരുമ്പോ നമ്മുടെ ഞങ്ങൾ സ്ഥിരം RCVല് ഉള്ള എണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ തടിക്കെണ്ണ കൊളസ്ട്രോൾ എല്ലാം പെട്ടെന്ന് പോകുന്നാണ് പറയുന്നത്. പപ്പ അത് എണ്ണ തീർന്നൊക്കെ മേടിച്ചിട്ട് വരണേ. കൊച്ചു കുടിച്ചോളെ. ഇതൊക്കെ എപ്പോ കുടിച്ചു? സ്പീഡാണല്ലോ പപ്പടം ഇല്ല. ആ പപ്പടം അല്ലായിരുന്നു. വെറുതെ എണ്ണ കളഞ്ഞു. എണ്ണ ഊറ്റി വെക്ക്. അത് മുഖത്ത് പറ്റുന്ന അതായിരുന്നു. അതാ പപ്പടം ഞാൻ വിചാരിച്ചിരുന്നത്.